കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ പിടിയിലായി. ഗ്യാസ് ഏജൻസി ഉടമയിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങുന്നതിനിടെയാണ് DGM അലക്സ് മാത്യു പിടിയിലായത്. വിജിലൻസിന് ലഭിച്ച വിവരത്തിന് പിന്നാലെ കൈക്കൂലി വാങ്ങാനെത്തിയ അലക്സ് മാത്യുവിനെ കൈയോടെ പിടികൂടുകയായിരുന്നു. നിരവധി തവണ ഇയാൾ കൈക്കൂലി വാങ്ങിയതായി കണ്ടെത്തി. ഉപഭോക്താക്കളെ മറ്റ് ഏജൻസിയിലേക്ക് മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് IOC പനമ്പള്ളി നഗർ ഓഫീസിലെ സെയിൽസ് DGM ആയ അലക്സ് മാത്യു ഗ്യാസ് ഏജൻസി ഉടമയോട് കൈക്കൂലി വാങ്ങിയത്. ഇതിനായി ആവശ്യപ്പെട്ടത് 10 ലക്ഷം രൂപയായിരുന്നു. നിരന്തരം പണം നൽകേണ്ടി വന്നതോടെയാണ് ഉടമ മനോജ് വിജിലൻസിന് പരാതി നൽകിയത്. 2 ലക്ഷം രൂപ വാങ്ങാൻ മനോജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയപ്പോൾ വിജിലൻസ് അലക്സിനെ കൈയോടെ പിടികൂടി. പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും പല ഏജൻസികളിൽ നിന്നായി അലക്സ് പണം വാങ്ങിയിട്ടുണ്ടെന്നും പരാതിക്കാരൻ മനോജ് പറഞ്ഞു. നിവർത്തികേടുമുണ്ട്. തീരെ നിവർത്തിയില്ലാതെയാണ് ഇത്രയും ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ഒരാൾക്കെതിരെ ഞാൻ പരാതി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന പൈസ അത്യാവശ്യമാണ്, പുള്ളി പൈസ വേണം, ഞാൻ വേണ്ടിയാണ് എറണാകുളത്ത് വണ്ടി ഓടിച്ച് വന്നത്, പൈസ വേണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു സാർ ഇനി എൻ്റെ അടുത്ത് ചോദിക്കരുത്, എൻ്റെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഉള്ള ഇടമെന്ന് പറഞ്ഞ് പുള്ളി പിടിച്ച് വാങ്ങിച്ചങ്ങ് പോക്കറ്റ് വയ്ക്കുകയാണ് ചെയ്തത്. ഇത്രയും പൈസയോട് ആക്രാന്തമുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. ഇദ്ദേഹത്തെ പോലെ ഒരാൾ ഇന്ത്യൻ ഓയിലില്ല. ഇന്ത്യൻ ഓയിലിൽ പൈസ വാങ്ങിക്കുന്ന ഒരാൾ പോലും ഇല്ല ഇദ്ദേഹം അല്ലാതെ. അലക്സ് കൈക്കൂലി വാങ്ങിയതിന് കൃത്യമായ തെളിവുകളുണ്ടെന്ന് വിജിലൻസ് DYSP ഷിബു പാപ്പച്ചൻ പറഞ്ഞു. മുമ്പും ഒരു മനോജ് പറയുന്നത് 10 വർഷമായിട്ട് മനോജിനെ ഭീഷണിപ്പെടുത്തി പല രീതിയിൽ പൈസ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനോജ് പറയുന്നുണ്ട്. ഇന്നെന്തായാലും നമ്മൾ കൃത്യമായിട്ട് മനോജ് പരാതി നൽകിയതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ അത് ട്രാപ്പ് ചെയ്ത് പിടിക്കാൻ പറ്റി. കൃത്യമായിട്ടുള്ള എവിഡൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പൈസ മേടിച്ച് പോക്കറ്റിലിട്ടു. അത് നമ്മൾ കൃത്യമായിട്ട് സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വിജിലൻസ് ടീം CA ഉണ്ട്, കിരണുണ്ട്, CA ഉണ്ട്, ഇവരെല്ലാം ഉണ്ട്. ഓക്കെ. അതേസമയം അലക്സ് മാത്യുവിന്റെ എറണാകുളത്തെ വീട്ടിലും വിജിലൻസ് റെയ്ഡ് നടത്തി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.